ഡൽഹി അശോക് വിഹാറിലെ ആസിഡ് ആക്രമണത്തിൽ വീണ്ടും ട്വിസ്റ്റ്. വിദ്യാർത്ഥിനിയുടെ പിതാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. യുവാവിനെ കേസിൽപ്പെടുത്താൻ വേണ്ടിയുള്ള നാടകമായിരുന്നു ആസിഡ് ആക്രമണമെന്ന് പിതാവിന്റെ മൊഴി. പെൺകുട്ടിക്കെതിരെയും പോലീസ് കേസെടുക്കും. മനഃപൂർവ്വം പൊള്ളലേൽപ്പിച്ചതാണെന്നും സംശയമുണ്ട്. അജീഷ് ജയകുമാർ ഡൽഹിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അനീഷ്, സമാനതകളില്ലാത്ത രീതിയിലുള്ളൊരു സംഭവമായി ഇതിപ്പോൾ മാറുന്നുണ്ട്. വലിയ ട്വിസ്റ്റാണ് ഈ കേസിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. സ്വയം പൊള്ളലേൽപ്പിക്കുന്നു, ഒപ്പം പിതാവിനും ഈ സംഭവത്തിൽ പങ്കുണ്ട് എന്ന കാര്യം വെളിപ്പെടുന്നു. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? പോലീസ് എങ്ങനെയാണ് ഈ സംഭവത്തെ വിശദീകരിക്കുന്നത്? എന്തായാലും നാടകീയമായിട്ടുള്ള സംഭവങ്ങളാണ് ഈ കേസിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ രാവിലെ 11 മണിക്ക് ഡൽഹി സർവകലാശാലയ്ക്ക് കീഴിലെ ലക്ഷ്മിബായി കോളേജിലേക്ക് പോകുന്ന വഴി ബൈക്കിലെത്തിയ 3 അംഗ സംഘം തന്നെ ആസിഡ് ഒഴിച്ച് ആക്രമിച്ചു എന്നായിരുന്നു ഈ പെൺകുട്ടിയുടെ മൊഴി. ഇന്നലെ ഈ ആറന്മുള ആശുപത്രിയിൽ പെൺകുട്ടിയെ പ്രവേശിപ്പിക്കുകയും ചെയ്തു. അവിടെ പോലീസ് നേരിട്ടെത്തി പെൺകുട്ടിയുടെ മൊഴിയും രേഖപ്പെടുത്തി. പെൺകുട്ടി പറഞ്ഞതനുസരിച്ച് ബൈക്കിലെത്തിയ 3 അംഗ സംഘമാണ് ആക്രമിച്ചതെന്നായിരുന്നു. മാത്രമല്ല, ഈ ആക്രമിച്ചതിൽ ഒരാൾ ജിതേന്ദ്ര എന്ന് പറയുന്നയാൾ ഈ പെൺകുട്ടിയുടെ അയൽവാസി കൂടിയാണ്. ഇയാൾ കഴിഞ്ഞ 1.5 വർഷമായി തന്നെ ശല്യപ്പെടുത്തിയിരുന്നതായും പെൺകുട്ടി പോലീസിന് മൊഴി നൽകിയിരുന്നു. കൂട്ടാളികളുടെ പേരടക്കം ഈ പെൺകുട്ടി പോലീസിന് നൽകിയിരുന്നു. പക്ഷെ പോലീസ് ഇന്നലെയും ഇന്നും രാവിലെയും ഒക്കെയായി ഈ മേഖലയിൽ ഈ ആസിഡ് ആക്രമണം നടന്നു എന്ന് പറയുന്ന ലക്ഷ്മിബായി കോളേജിന്റെ ഏതാണ്ട് 200 മീറ്ററിന് ആ ഭാഗത്ത് പരിശോധന നടത്തി. പക്ഷെ ആസിഡ് ആക്രമണം നടന്നതിന്റെ ലക്ഷണങ്ങളൊന്നും പോലീസിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. മാത്രമല്ല, CCTV ദൃശ്യങ്ങളും ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചില്ല. പക്ഷേ ഈ പെൺകുട്ടി നൽകിയ പേരുകൾ വെച്ച് ഇവരെ അന്വേഷിച്ചപ്പോഴാണ് ഇതിൽ പറയുന്ന 2 പേർ, അവർ ഈ ഡൽഹിയിലെ മറ്റു 2 സ്ഥലങ്ങളിൽ ഈ ആക്രമണം നടന്നു എന്ന് പറയുന്ന സമയത്ത് ഉണ്ടായിരുന്നതായിട്ട് പോലീസിന് വിവരം ലഭിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പെൺകുട്ടിയെ കൂടുതൽ ചോദ്യം ചെയ്തപ്പോഴാണ് പെൺകുട്ടി ഒഴിഞ്ഞു മാറുന്നതായിട്ടുള്ള പോലീസിന് സംശയമുണ്ടായത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ചോദ്യം ചെയ്തപ്പോഴാണ് തന്റെ അച്ഛൻ പറഞ്ഞതനുസരിച്ചിട്ടാണ് ഇത്തരത്തിലൊരു നാടകം അരങ്ങേറിയത് എന്ന് പറയുന്നു. അങ്ങനെ അച്ഛനെയും കസ്റ്റഡിയിലെടുത്തു. അച്ഛൻ അക്കീൽ എന്നാണ് പേര്. ഈ അക്കീലിനെതിരെ നേരത്തെ തന്നെ ഈ ആക്രമണം നടത്തി എന്ന് പറയുന്ന ജിതേന്ദ്രയുടെ ഭാര്യ നേരത്തെ ഒരു പരാതി പോലീസിൽ നൽകിയിരുന്നു. അത് അശ്ലീല സന്ദേശം അയച്ചു എന്നുള്ളതായിരുന്നു ആ ഒരു പരാതി. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇവരെ കുടുക്കാൻ വേണ്ടി നടത്തിയ നാടകമാണെന്നാണ് ഈ ജിതേന്ദ്ര ഈ അക്കീൽ എന്ന് പറയുന്ന ഈ ആസിഡ് ആക്രമണത്തിന് ഇരയായി എന്ന് പറയുന്ന പെൺകുട്ടിയുടെ അച്ഛൻ പോലീസിന് നൽകിയ മൊഴി. ഇവരെ കുടുക്കാൻ വേണ്ടി ആസിഡ് ആക്രമണം കൃത്രിമമായി ഉണ്ടാക്കിയെന്നാണ് പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ കൈക്കും വയറിനും സ്വന്തമായി പൊള്ളലേൽപ്പിച്ചതിന് ശേഷം വ്യാജമായി പരാതി കൊടുത്തു എന്നാണ് പോലീസിൽ ഇപ്പോൾ ഇയാൾ മൊഴി നൽകിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. ഇപ്പോൾ ആശുപത്രിയിലുള്ള ഈ പെൺകുട്ടിക്കെതിരെയും പോലീസ് കേസെടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ അക്കീലിനെതിരെ ജിതേന്ദ്രയുടെ ഭാര്യ റേപ്പ് കേസും നൽകിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലും പോലീസ് കേസെടുക്കാൻ ഒരുങ്ങുകയാണ്. ഡൽഹിയിൽ നിന്നും അജീഷ് ജയകുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.